പാലക്കാട്ടെ ജനങ്ങളുടെ ഏറ്റവും അധികം മനസ്സറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ മാതൃഭൂമിക്കൊപ്പം ചേരുന്നത്. പട്ടാമ്പിയിൽ നിന്ന് 3 തവണ എം എൽ എ ആയിരുന്ന CP മുഹമ്മദ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ CP മുഹമ്മദ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. സർ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പാലക്കാട്ടെ ജനതയുടെ ഒരു വിധി എന്തായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? എൻ്റെ ഒരു വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് തന്നെയായിരുന്നു. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇടക്കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായത്. ജയിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥി തോൽക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വന്നാൽ മതി. ഞാൻ സന്ദീപ് വാര്യരെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിന് സന്തോഷമുള്ള ഒരാളാണ്. പാർട്ടിയിലേക്ക് BJPയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മതേതര ചേരിയിലേക്ക് കൂടുതൽ ആളുകൾ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് സമയവും സന്ദർഭവും, സാധാരണ മലയാള ഭാഷയിൽ പറയും സ്ഥലം, കുലം, മുഖം, ന്യായം കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന്. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതായിരുന്നുവെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. പക്ഷേ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ മാറ്റത്തോടൊപ്പം ഉറങ്ങിക്കിടന്ന RSSഉം BJPയും പൂർവാധികം ശക്തിയോടുകൂടി UDFനെ തോൽപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ രംഗത്തിറങ്ങി. ഒരുപക്ഷെ 2 മാസം അവർ പ്രവർത്തിച്ചതിൻ്റെ ഇരട്ടി 3 ദിവസം കൊണ്ട് അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സന്ദീപ് വാര്യരുടെ ചില പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയോഗ ശൈലിയിലുള്ള തീവ്രതയുമൊക്കെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പാർട്ടി മാറി ഏതെങ്കിലും നേതാക്കന്മാരുടെ വീടുകളിൽ പോയി എന്നുള്ളത് കൊണ്ട് ആളുകളുടെ അഭിപ്രായം മാറിക്കൊള്ളണമെന്നില്ല. ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച CH മുഹമ്മദ് കോയയുടെ പാർട്ടിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും സന്ദീപ് വാര്യർ ഇടക്കാലത്ത് നടത്തിയ ചില പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഒരു 10 പേർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വോട്ട് UDFന് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. അദ്ദേഹത്തെ പോലെയുള്ള സീനിയറായ നേതാക്കന്മാരോട് ഒരു ഇലക്ഷൻ വരുമ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണം, എങ്ങനെ പാലക്കാട് ഇലക്ഷനെ നേരിടണം എന്ന് ചോദിക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. മൂക്കാതെ പഴുത്ത ചില ആളുകൾ അവരുടെ ഞാനതിന് വിശേഷിപ്പിക്കേണ്ടത്, അവരുടെ അശ്രദ്ധയും അവരുടെ ബുദ്ധിശൂന്യതയുമാണ് പാലക്കാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ താങ്കൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ VS വിജയരാഘവൻ സാർ പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുമായിട്ട് ആരും തന്നെ ചർച്ച നടത്തിയില്ല എന്ന് തന്നെയാണോ പറയുന്നത്? എന്നോട് ചോദിച്ചിട്ടില്ല. ക്യാമറമാൻ ജോവിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.